എല്ലാവർക്കും നമസ്കാരം. 18/8/2026 ചൊവ്വാഴ്ച 24,154.9 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. ഇന്നും ആകെ നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് 115 പോയിന്റിന്റെ മൂവിംഗ് റേഞ്ച് മാത്രമാണ്. എങ്കിലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ട്രേഡിംഗ് പ്ലാനിനുള്ളിൽ തന്നെ നിഫ്റ്റി കൃത്യമായി മൂവ് ചെയ്തിരുന്നു. അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒഴിവാക്കിയാൽ ഏതാണ്ട് 70 പോയിന്റ് അടുക്കം മാത്രമാണ് നിഫ്റ്റി നൽകിയിരുന്നുള്ളത്. എങ്കിലും കൃത്യമായും പ്ലാൻ ചെയ്ത പോലെ തന്നെ ട്രേഡ് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പ്രധാന സപ്പോർട്ടായി ഈ ലെവലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നിടത്ത് രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ബൈങ്ങും, എന്നാൽ സെല്ലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമെന്നുമായിരുന്നു. ആദ്യത്തെ ടാർഗറ്റായി പറഞ്ഞിരുന്നത് 24,222 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. നമ്മുടെ ഇന്നത്തെ ഓപ്പണിംഗ് ആ ലെവലിലായിരുന്നു. അപ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ എന്നുള്ളതാണ്. എന്നാൽ ഡേയ്സ് ഹൈ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ, ഇത്തരത്തിലുള്ള ഒരു അപ്പ് മൂവ്, ഇത് കൃത്യമായ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞവർ പലരുമുണ്ട്. അത്തരത്തിലൊരു ട്രേഡ് പോസിബിളുമായിരുന്നു. എന്നാൽ അത്തരം ഒരു അപ്പ് മൂവ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ക്യാൻ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെ നിന്നും ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഈ ഏരിയയിൽ മാർക്കറ്റ് നല്ലപോലെ കൺസോൾഡേറ്റ് ചെയ്തെങ്കിലും നമ്മളുടെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അത് കൃത്യമായും ടെസ്റ്റ് ചെയ്തു വീണ്ടും കിട്ടിയ അപ്പ് മൂവ് എല്ലാം സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെയായിരുന്നു പോന്നിരുന്നത്. ഈ ഏരിയയിലെല്ലാം നല്ലപോലെ കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആണ്. കൃത്യമായ ഇടങ്ങളിൽ നിന്നും കൃത്യമായും ട്രേഡ് പഞ്ച് ചെയ്യാൻ കഴിഞ്ഞവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഈ ഏരിയയിൽ നിന്നും നല്ല രീതിക്കുള്ള ഒരു ഹീറോ സീറോയും ലഭ്യമായിരുന്നു. എന്നാൽ ഇവിടെ 3:15 കൂടി മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം അവസാന 5 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഇത്തരത്തിലുള്ള സെല്ലിംഗ് ക്യാൻഡിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു തന്നിരുന്ന. അവസാനം ക്ലോസിങ്ങിൻ്റെ സമയത്ത് ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇന്നലെ ഇത് തരുമ്പോൾ ഇവിടെ നിന്ന് ബൈങ് ലഭിച്ചേക്കാമെന്ന ഒരു പ്രതീക്ഷ വെറുതെ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എന്താണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അല്ലെങ്കിൽ ക്യാൻഡിലുകൾ നൽകുന്ന നിർദ്ദേശം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്നും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൃത്യമായും ബൈങ്ങും തന്നു, സെല്ലിംഗ് പിന്നീട് സെൽ ഓൺ എവരി റേസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാനും സാധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് വിശദമാക്കാം. 24,154 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,135 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 24,223 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇന്നലെ ഞാൻ നമ്മുടെ ചാനലിൽ മാർക്കറ്റ് വേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ 2 വർഷത്തിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനമായി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് ട്രേഡിംഗ് ഒരു കരിയർ ആക്കാമോ എന്ന വീഡിയോ ആയിരുന്നു. അതിനുശേഷം 2 വർഷത്തോളം ഏകദേശമായിരിക്കുന്നു ഒരു വീഡിയോ അത്തരത്തിൽ ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് വസ്തുതാപരമായി വളരെ കൃത്യമായി ബോധ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ കണ്ടു നോക്കൂ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 24,223 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ട്രേഡിംഗ് പ്ലാൻ 2 ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഒരേ ഇൻഡെക്സ് ചെയ്തുകൊള്ളണമെന്നില്ല.
2 ഇൻഡെക്സും ചെയ്യുന്നവരും ഉണ്ടായിക്കൊള്ളുന്നില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ഇൻഡെക്സാണ് ഓരോരുത്തരും ട്രേഡ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് അധികം കൂടാതിരിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കാണാനും വേണ്ടി അത്തരത്തിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ഒരുമിച്ചിടുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുകയും പൂർണ്ണമായി എല്ലാവരും കാണാതെ വരുമ്പോൾ വീഡിയോ യൂട്യൂബ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ഇല്ലാതായി പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,098 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ എല്ലാവർക്കും വ്യക്തമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്കുള്ള എൻ്റെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് ഹൗസിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ കാഴ്ചക്കാർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പതിവായി പിൻ ചെയ്യുന്നതാണെന്ന് അറിയാമല്ലോ. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് ഇൻഡെക്സിലുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.